ഹേ ഓൾ ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് 29th നവംബർ വീട്ടിൽ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അമ്മേൻ്റെ സൈഡിലെ കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുറത്തൊരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം എന്താണ് ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ ഡേ എന്ന്. അപ്പോൾ ബ്രദർ ഇൻ ലോൻ്റെ ബർത്ത്ഡേ ആണ് 30th നവംബറിന്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് കേക്ക് വാങ്ങാനും അതിനുള്ള ഡെക്കോർ ഐറ്റംസ് വാങ്ങാനാണ്. കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റിലൊരു ഡെക്കോറേഷൻ അങ്ങനെ ബർത്ത്ഡേന് ചെറിയ ചെറിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്സ് ഉണ്ടായിരുന്നു. ബലൂൺസും അങ്ങനെ ഡെക്കോർ സാധനങ്ങൾ അത് പോയി വാങ്ങി എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. കുറച്ചായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി മീറ്റ് ചെയ്തിട്ട്. ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോഴേക്ക് പണ്ടത്തെ സ്കൂൾ വെക്കേഷൻസാണ് ഓർമ്മ വരിക. ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പം എൻ്റെ കസിൻ ആൻഡമാനിലുള്ളപ്പം ഞങ്ങൾ ഇങ്ങനെ വെക്കേഷനിൽ വരുമ്പോഴാണ് എല്ലാവരും കൂടി മീറ്റ് ചെയ്യുക, കളിക്കുക, ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിൽ പോവുക, പിന്നെ ഒരു ട്രിപ്സും പ്ലാൻ ചെയ്യുക. നല്ല രസമായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് കുറേ സ്വീറ്റ് ബോക്സ് കൊടുത്തയച്ചിട്ടുണ്ട് ആൻഡമാനിൽ വരുമ്പോൾ. ആൻഡമാനിൽ എൻ്റെ മാമനാണുള്ളത്. അപ്പോൾ മാമൻ്റെ മോളാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ കുറേ സ്വീറ്റ്സ് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് ജലേബി, ഗുലാബ് ജാമുൻ, അതൊരു ബേക്കറി അതെ വേണമെങ്കിൽ വിൽക്കാനും എടുക്കാം. അറൗണ്ട് 11-11:15 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഈ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം കുറേ സമയം ബലൂൺ ബ്ലോ ചെയ്യാൻ തന്നെ പോയി കേട്ടോ. സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചു, ഡാൻസൊക്കെ കളിച്ചു. സിയാറേനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ. അത് അവളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ബലൂൺസിൻ്റെ പണി അവിടെ തന്നെ തീരുമെല്ലാം. ഡെക്കോറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് ഞാനിപ്പോൾ പോകുന്നത് കേക്ക് വാങ്ങാൻ. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് കേക്ക് കൊടുത്തിരുന്നത് ഒരു ചേച്ചീൻ്റെ അടുത്തുള്ള നെയ്ബർ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തേക്ക് കേക്ക് കളക്ട് ചെയ്യാൻ പോവുകയാണ്. ബിക്കോസ് ഏട്ടൻ ഈസ് നോട്ട് അവെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞങ്ങൾ വന്ന പാടെ തന്നെ ചേച്ചിയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. വരൂ. അതെ അതെ പറയാം. ബൈ ബൈ. കാർത്തിക ചേച്ചി വരാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഓൾമോസ്റ്റ് 11:55 PM ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് സെയിം ലൈക്ക് സിയാറ ഒരു ബേബി ഉണ്ട്. അപ്പോൾ അവൾ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അത് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് പ്ലേസ് ചെയ്തു. 5 minutes കൂടെ കേക്ക് നോക്കുമ്പോൾ Happy birthday. Thank you, thank you. Thank you, thank you. ഇന്നാണ് ബർത്ത്ഡേ ദിവസം 30th നവംബർ 2025. അങ്ങനെ കുറേ റിസർച്ച് ചെയ്തിട്ട് ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടുപിടിച്ചു ഫോർ ലഞ്ച്. അപ്പോൾ പ്ലേസ് ഏതാണെന്നല്ലേ? അങ്ങനെ ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ വന്നത് റമദ കൊച്ചി റിസോർട്ടിലേക്കാണ്. ഫെനൽ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൽ വി ഹാഡ് ബുക്ക്ഡ് ഫോർ ലഞ്ച്. ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓൾമോസ്റ്റ് ക്രിസ്മസ് മന്ത് ആയല്ലോ, അപ്പം ഇനി എവിടെ പോയാലും നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഡെക്കറേഷൻസ് കാണാം കേട്ടോ. അവിടെ എത്തിയപ്പോൾ വ്യൂ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഫ്രം ആ ഡൈനിങ് സ്പേസ്. അപ്പോൾ ഞങ്ങൾ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് ലഞ്ചിന് പോകാമെന്ന് ആലോചിച്ചിട്ട്. ഓൾസോ ദിസ് റെസ്റ്റോറൻറ്റ് വി ബുക്ക് ത്രൂ സൊമാറ്റോ ത്രൂ ബുക്ക് ചെയ്തപ്പോൾ വി ഗോട്ട് 20% ഓഫ് ഫോർ ഡൈനിങ്. അപ്പോൾ യു ഗൈസ് ഓൾസോ ക്യാൻ ട്രൈ ഇഫ് യു ആർ ഗെറ്റിംഗ് എനി ഡിസ്കൗണ്ട്സ് ആൻഡ് യു ക്യാൻ ബുക്ക് ഡൈനിങ് ഹിയർ. First then we took food for Ciara because she was very sleepy. Ciara food കഴിക്കുന്നു. ഹാൻഡ് വാഷ് ചെയ്യാൻ വന്നതാണ്. സിയാറ ചേച്ചിയൊക്കെ ഓൾറെഡി പോയിരുന്നു. കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഇത്രയും ഐറ്റംസ് ഉണ്ട്, ഇതിൽ എന്താണ് കഴിക്കാൻ പറ്റുക, എനിക്ക് ഭയങ്കര കുറവ് കഴിക്കാൻ പറ്റുള്ളൂ, എന്നെ ഇങ്ങനെ ബൊഫെ മാറ്റി സ്ഥലത്ത് കൊണ്ടുപോകുന്നത് വെറുതെയാണ് ഗൈസ്, എനിക്ക് വളരെ കുറവ് സാധനങ്ങളെ കഴിക്കാൻ പറ്റാറുള്ളൂ. വൈൽ വി വർ ഹാവിങ് ഫുഡ് അവിടുത്തെ തന്നെ ഒരു എംപ്ലോയി വന്നിട്ട് ഹി ഗേവ് ബലൂൺ ടു സിയാര ആൻഡ് ഹി ആസ്ക്ഡ് വെദർ വി ആർ ഇൻട്രസ്റ്റഡ് ടു സീ ഹിസ് മാജിക്. അങ്ങനെ കുറേ ഫ്യൂ മാജിക്സ് ട്രിക്സ് ആൻഡ് ഓൾ ഹി ഷോഡ് ആൻഡ് ഇറ്റ് വാസ് നൈസ് ആൻഡ് അവിടുത്തെ സർവീസ് ഓൾസോ വാസ് വെരി നൈസ്. അങ്ങനെ കുറേ ഫുഡ് കഴിച്ച് കുറേ സംസാരിച്ചിരുന്ന് വി വർ സ്പെൻഡിങ് ആ ടൈം ദർ. ഞങ്ങൾ ഇരുന്ന സൈഡത്തെ വ്യൂ അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. കുറച്ച് ഫുഡ് കഴിക്കും, കുറേ നേരം വ്യൂ നോക്കിയിരിക്കും. നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. പിന്നെ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു. അവിടെ 2 ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗ്രേപ്പ് ജ്യൂസും പിന്നെ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും. ഗ്രേപ്പ് ജ്യൂസ് എനിക്ക് വലുതായി ഇഷ്ടമായില്ല, ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് കുടിച്ചത്. പിന്നെ ഡെസേർട്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ പുറത്തുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചാൻസ് അല്ലെങ്കിൽ ഇഫ് യു ഗൈസ് ആർ കമ്മിങ് ടുവേർഡ്സ് കൊച്ചി പ്ലീസ് ഡു വിസിറ്റ് ദിസ് റിസോർട്ട്. ഇവിടെ ഉണ്ടല്ലോ ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ ഫുൾ ഡെക്കറേഷൻസ് ആൻഡ് ലൈറ്റിങ്സ്. ഞങ്ങൾക്ക് ഇവിടെ ഒരുക്കിയ സംഭവം കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ? യാ, അപ്പോൾ ഇത് ഇന്നലെ ഇവിടെ വെഡ്ഡിങ് നടന്ന അതിൻ്റെ ഡെക്കറേഷൻസാണ്. ഇതുവരെ അവർ തിരിച്ചു മാറ്റിയിട്ടില്ല. ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് പ്ലാൻ ചെയ്യുന്നവർക്ക് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത്. ഫോട്ടോഷൂട്ട് സെഷൻ നടക്കുകയാണ് അവിടെ. അങ്ങനെ ആഫ്റ്റർ ഫോട്ടോഷൂട്ട്സ് ഞങ്ങൾ പൂളിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോൾ പൂളിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ അവിടുത്തെ സ്റ്റേ. അപ്പോൾ അവിടെ റൂം ബുക്ക് ചെയ്യണവർക്ക് ഇതാണ് കേട്ടോ വ്യൂ ഫ്രം ദ റൂം. നല്ല കായൽ വ്യൂ ആണ്. ഓപ്പോസിറ്റ് കാണുകയാണെങ്കിൽ ഒരു വീടുണ്ട്. ഞാനങ്ങനെ ആലോചിക്കുകയായിരുന്നു അവർക്ക് എന്നും ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗിയായുള്ള വ്യൂ കാണാൻ കിട്ടുമെന്ന്. നമുക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റിസോർട്ടിൽ വന്നിട്ട് സ്റ്റേ ചെയ്യണം ഇങ്ങനെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും. അപ്പോഴേക്കും സിയാറ എണീച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഈ വ്യൂ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അവൾ ഫുഡ് കഴിച്ചപ്പോൾ അങ്ങനെ ഉറങ്ങിയതാ. അതുകൊണ്ടാണ് ഫുൾ ഡയറക്ഷനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാല് വേദനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരു സൈഡ് വെച്ചിട്ട് ഉറങ്ങിയിട്ടായിരിക്കണം. അപ്പോൾ we are going to swimming pool. Come on. സിയാറ നീച്ചപ്പോൾ പൂൾ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ അവൾ പറഞ്ഞു നോക്ക് പൂളിൽ കളിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ സിയാറിനെ പൂളിൽ കൊണ്ടുപോയി. ഞങ്ങൾ എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് എക്സ്ട്രാ പെയർ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സിയാറ പൂളിൽ എൻജോയ് ചെയ്തു.
അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ ഇറങ്ങി അങ്ങനെ സിയാരയ്ക്ക് കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുപോയി. സോ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഓൾമോസ്റ്റ് ഞങ്ങൾ 6 കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ നോക്കട്ടെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ ബൈ.